നമസ്കാരം. സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. സന്തോഷ് ജി, ഇപ്പോൾ മലയാള സിനിമയിലേക്ക് പുതിയ കലാകാരന്മാരുടെ കുത്തൊഴുക്കാണ്. അപ്പോൾ താങ്കൾക്ക് ആ കലാകാരന്മാരോട് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? ഞാൻ പറയുന്നത് ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണല്ലോ, അപ്പോൾ ആളുകൾക്ക് കൂടുതൽ സാധ്യതകളുണ്ട്. പുതുതായിട്ട് മലയാള സിനിമയിലേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഡിജിറ്റൽ യുഗത്തിലേക്ക് ഇങ്ങനെ ഒരുപാട് പേര് വരുമ്പോൾ മുമ്പൊക്കെ നമുക്ക് സിനിമയിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ ടഫാണ്. പക്ഷേ ഇപ്പോൾ സിനിമയിലേക്ക് വരിക എന്നുള്ളത് ഈസിയാണ്. കാരണം വെച്ചാൽ മുമ്പത്തെ ആളുകൾക്ക് വരാൻ ബുദ്ധിമുട്ടുകയും വന്നു കഴിഞ്ഞാൽ നിലനിൽപ്പുമുണ്ട്. അതേസമയം ഇപ്പോൾ വരാൻ ഈസിയാണ്, നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ ടഫാണ്. അപ്പം അതുകൊണ്ട് തന്നെ പുതുതായിട്ട് സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസം കളഞ്ഞ് ദയവേദി പണിക്ക് വരരുത്. ഞാൻ പറഞ്ഞ വിദ്യാഭ്യാസം പൂർണ്ണമായി കളഞ്ഞെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ സിനിമാ രംഗത്തേക്ക് വരരുത് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പഠിക്കുന്ന കുട്ടികൾ അവനവൻ്റെ വിദ്യാഭ്യാസം കൂടുതലായി നശിപ്പിക്കാതെ ആ ദിവസങ്ങളെ ഇല്ലാതാക്കുക ഈ വഴിക്ക് വരരുത്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ശനി ഞായർ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും ഇങ്ങനെയൊക്കെ നമുക്ക് കുറേ ഒഴിവുകൾ വരുന്നുണ്ട്. അതേപോലെ ഇപ്പം ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലെല്ലാം ഒഴിവുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ പരമാവധി നമുക്ക് അതിനോട് എത്രമാത്രം ശരിയാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഡയറക്ടർമാരോട് അത് ചെയ്ത് അവനവൻ്റെ വിദ്യാഭ്യാസത്തെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യണം. അത് ടേക്ക് ആൻ എക്സാമ്പിൾ, ഞാൻ എക്സാമ്പിലൂടെ തെളിയിച്ചു തരാം. ഇപ്പോൾ നമുക്ക് കൃഷി ഇറക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ കുറേ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിച്ചു. അങ്ങനെ കുറേ സ്ഥലം വാങ്ങിച്ചു, അവിടെ വിത്തിട്ടു എന്നതുകൊണ്ട് അവിടെ കൃഷിയാവില്ല. എന്ത് ചെയ്യണം? ആദ്യം തന്നെ നിങ്ങൾ ഇത്ര ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് അത് ശരിക്കും ഏതെങ്കിലും കുറച്ച് തൊഴിലാളികളെ കൊണ്ടുവന്ന് ആ മണ്ണൊക്കെ ഒന്ന് കൊത്തി അല്ലേ ആദ്യം ഒന്ന് ലെവലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ആ ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കണം. കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയിൽ വിത്തിട്ടാൽ മാത്രമേ അത് മുളയ്ക്കുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതേപോലെ നിങ്ങൾ ഈ സിനിമയിലേക്ക് വരുന്ന എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, എപ്രകാരമാണോ ഒരു സാധാരണ ഭൂമിയെ നമുക്ക് കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയാക്കുന്നത്, അതുപോലെ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടം കിളയ്ക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞതിന് ഞാൻ പറയുന്നു, പുതിയ ആളുകൾ വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കണം. വിദ്യാഭ്യാസത്തിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയാൽ മാത്രമേ, കാരണം സിനിമ എന്ന് പറയുന്നത് ഇന്ന് വരും നാളെ പോകും, മനസ്സിലാക്കണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് സിനിമയിലേക്ക് വരാൻ ഈസിയാണ്, സിനിമയിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് ടഫാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സിനിമയിൽ നിന്ന് ബൈ ചാൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ നാളെ ഒരാളെടുത്ത് എന്നിട്ട് ചേട്ടാ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരെന്തോ പറയും, എന്താ പഠിച്ചെന്ന് ചോദിക്കുക. അപ്പം നിങ്ങൾ പറയാണ്, അതെ ഞാനിങ്ങനെ 10 ആൽബത്തിൽ അഭിനയിച്ചു, അല്ലെങ്കിൽ പുറത്തിറങ്ങാത്ത കുറേ തമിഴ് സിനിമയിൽ അഭിനയിച്ചു, ഇങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് എന്ത് വേണ്ടി വരും? ഒന്നുകിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ആണ്, അല്ലെങ്കിൽ വാട്ടവർ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ നിങ്ങൾ M.Com+ ടാലിംഗ് ആണ്, അല്ലെങ്കിൽ വാട്ടവർ. ആ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടൂ. ശരിയല്ല ഞാൻ പറഞ്ഞു. അതുകൊണ്ട് പുതുതായിട്ട് സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസം കളഞ്ഞ് ഈ പണിക്ക് വരരുത്. ഇപ്പോൾ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുടുംബ സിനിമയാണ്, അല്ല പരിധി വരെ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ മലയാള സിനിമയിൽ വന്നിരിക്കുന്ന ഭൂരിഭാഗം താരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 90% നടന്മ കെയർ ഓഫ് അച്ഛൻ, കെയർ ഓഫ് അമ്മ, കെയർ ഓഫ് അമ്മായിയമ്മ. നമുക്കിപ്പോൾ അവരോടൊരു അസൂയയുടെ ആവശ്യമൊന്നുമില്ല. അവരുടെ ലക്ക് കൊണ്ടാണ് എത്തുന്നത്, പിന്നെ അവരുടെ കഴിവ് കൊണ്ട് അവർക്ക് പിടിച്ചെടുക്കും. അല്ലാണ്ട് അച്ഛൻ്റെയും അമ്മേൻ്റെയും കെയർ ഓഫിൽ ഒരുപാട് സിനിമയും നമുക്ക് കിട്ടില്ല. 1-2 സിനിമ അച്ഛൻ്റെയും അമ്മേൻ്റെയൊക്കെ ആരാധകർ നമ്മളെ കൊണ്ടു നടക്കും. ശരി, പിന്നീട് നിലനിൽക്കേണ്ടത് അവനവൻ്റെ കഴിവാണ്. അത് അങ്ങനെ. പക്ഷെ എന്നാൽ അവർക്കൊരു അവസരം കിട്ടുന്നുണ്ട്. അതേസമയം നമ്മളിവിടെ കഴിവുള്ള ആളുകൾക്കൊന്നും ശരിക്കും പറഞ്ഞ ഒരു അവസരം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്, അല്ലേ? ഇപ്പോൾ മലയാള സിനിമാ രംഗത്തേക്ക് ആയുധങ്ങളുമായി പുതിയ സംവിധായകർ എത്തുന്നു, തിരക്കഥാകൃത്തുകൾ എത്തുന്നു, അഭിനേതാക്കൾ, ക്യാമറമാൻ തുടങ്ങിയ പല ടെക്നീഷ്യന്മാർ എത്തുന്നു. പക്ഷേ ഇവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പണവുമായി നിർമ്മാതാവിന് കിട്ടുന്നില്ല. ഇവരെന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യാം? ഇതിലേക്ക് കയറി വരിക എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഗായകനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ പൈസ മുടക്കി ഒരു ആൽബമെങ്കിലും നിർമ്മിക്കുക, അല്ലേ? അല്ലാതെ നിങ്ങൾ ഒരു നിർമ്മാതാവിനെ അന്വേഷിച്ച് നടന്നാൽ കിട്ടില്ല. നിങ്ങൾ ഒരു നടനാണ്, നിങ്ങൾക്ക് ഒരു സിനിമയിൽ നായകനാവണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട് വിൽക്കുകയോ, ഒരു വീടിനെ വിൽക്കണ്ട 2 വീടിനെ വിൽക്കുന്നു, അല്ലെങ്കിൽ അച്ഛനും അമ്മയോട് പറയാം അത് ആ വീട് വിൽക്കട്ടോ, എനിക്കൊരു പടത്തിൽ അഭിനയിക്കണം, നായകനാവണം. അല്ലെങ്കിൽ നിങ്ങളൊരു സംവിധായകനാണ്, നിങ്ങൾക്ക് ഒരു നിർമ്മാതാവിന് ഒരിക്കലും 99% കിട്ടാൻ സാധ്യതയില്ല. കാരണം നിർമ്മാതാവിനെ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ നടത്തി കൊടുക്കേണ്ടി വരും. അത് സ്വാഭാവികം, അത് തെറ്റൊന്നും ശരിയൊന്നുമില്ല. അപ്പം നിങ്ങൾ എന്ത് വേണ്ടി വരും? ഒന്നുകിൽ നിങ്ങളുടെ വീട് വിറ്റോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ വണ്ടിയൊക്കെ വിറ്റിട്ടോ വേണ്ടി വരും നിങ്ങളൊരു കാര്യം ചെയ്യാൻ. നിർമ്മാതാവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ടഫാണ്.
അപ്പം നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ വീട് വിറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി വിറ്റോ നിങ്ങൾ ആൽബമോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ സിനിമയോ ചെയ്യുമ്പോൾ അത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ വർക്ക് ആവുന്നില്ല എങ്കിൽ എന്ത് സംഭവിച്ചു? അവിടെ വെച്ച് നിങ്ങളുടെ എല്ലാം ഒരു ഭ്രാന്താണ്, മനസ്സിലായില്ലേ? അപ്പം സിനിമ എന്നതൊരു സിനിമാ ഭ്രാന്തുമായി ബന്ധപ്പെട്ടാണ്. അപ്പം സിനിമാ ഭ്രാന്ത് അവിടെ വെച്ച് തീരും. പിന്നെ നിങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് പോകുമ്പോഴാണ് ആളുകൾ ചോദിക്കുക എന്താ വിദ്യാഭ്യാസം, ഡ്രൈവിംഗ് അറിയാം, എന്നാൽ പിന്നെ എൻ്റെ വീട്ടിലെ വണ്ടി ചെയ്തോ, അല്ലെങ്കിൽ M.Com+2 അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ നെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും പാരക്കോളജി പഠിപ്പിക്കാം, സംതിങ്. അപ്പോൾ വിദ്യാഭ്യാസം വിട്ട് ഈ പണിക്ക് വരരുത്. സിനിമ ഇന്ന് വരും നാളെ പോകും. ഇത് കാണുന്ന മുഴുവൻ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും പ്രമുഖ നടന്റെ മോനോ മോളൊക്കെ ആണെങ്കിൽ കെയർ ഓഫ് അച്ഛൻ, കെയർ ഓഫ് അമ്മ, കെയർ ഓഫ് അമ്മായിയമ്മയിൽ നിങ്ങൾക്ക് കുറച്ച് പടമെങ്കിലും കിട്ടും. പക്ഷെ അതുപോലല്ല പുതിയ ടീമിന് വരുന്നത്. എന്നും ഈ എക്സ്ട്രാ ആർട്ടിസ്റ്റുകളായിട്ടാണ് നിങ്ങളുടെ ജീവിതം വരുന്നത്. അതുകൊണ്ട് യു ഷുഡ് ബി വെരി കെയർഫുൾ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസം വിട്ട് ഒരു കളി കളിക്കരുത്. വിദ്യാഭ്യാസമാണ് പ്രധാനം. നന്ദി.